മാനസദസ്സിന് വന്ദനം. എനിക്കിന്ന് കിട്ടിയിരിക്കുന്ന വിഷയം ലോക പുസ്തക ദിനം എന്നതാണ്. നല്ല പുസ്തകങ്ങൾ എനിക്ക് മാലാഖമാരെ പോലെയാണ്. അവർ എൻ്റെ ഹൃദയത്തിൽ സ്പർശിക്കും. APJ അബ്ദുൽ കലാം പറഞ്ഞ ഒരു പ്രശസ്തമായ വാക്കാണ്. അതിൽ കുറെ അർത്ഥവും നമുക്ക് കാണാൻ കഴിയും. കാരണം നമുക്ക് വളരെ വായിച്ച് നല്ല രസമായി തോന്നുമ്പോൾ അത് നമുക്ക് ഭയങ്കര സന്തോഷം നൽകുകയും നമ്മുടെ ഹൃദയത്തിൽ അത് സ്പർശിക്കുകയും ചെയ്യുന്നു. അതാണ് APJ അബ്ദുൽ കലാം ഇതിലൂടെ ആവിഷ്കരിച്ചിരിക്കുന്നത്. 23-ാം പേരിലാണ് നമ്മൾ ലോക പുസ്തക ദിനമായി ആചരിക്കുന്നത്. അതിൻ്റെ പിന്നിൽ ഒരു കഥയുണ്ട്. 23-ാം ദിവസം എല്ലാവരും റോസാപ്പൂക്കൾ തന്നായിരുന്നു സ്പാനിഷിൽ അവർ സ്പെയിനിൽ അവർ ആഘോഷിച്ചുകൊണ്ടിരുന്നത്. അങ്ങനെ ഒരു ദിവസം എല്ലാവരും അങ്ങനെ 23-ാം തീയതി റോസുകൾ കൊടുത്ത് ആഘോഷിച്ചുകൊണ്ടിരുന്നു. പക്ഷെങ്കിൽ 23-ാം തീയതി ഒരു പ്രശസ്ത എഴുത്തുകാരൻ അവിടുത്തെ ഒരു പ്രശസ്ത എഴുത്തുകാരൻ അന്തരിക്കുകയാണ് ചെയ്തത്. അതിൻ്റെ ഓർമ്മയ്ക്ക് വേണ്ടിയിട്ടാണ് 23-ാം തീയതി നമ്മൾ അവർ പുസ്തകങ്ങൾ ഇങ്ങനെ പരസ്പരം കൊടുക്കാൻ തുടങ്ങി. അങ്ങനെയാണ് നമ്മൾ പുസ്തകങ്ങൾ 23-ാം തീയതി നമ്മൾ ലോക പുസ്തക ദിനമായി ആചരിക്കുന്നത്. ഈ പുസ്തക ദിനം നമ്മൾ ആചരിക്കുമ്പോൾ ഏറ്റവും കൂടുതൽ കൊണ്ടുവരുന്നതാണ് നമ്മുടെ പോയ വായനശീല തിരിച്ചു കൊണ്ടുവരിക എന്നത്. ഇപ്പോൾ നമുക്കറിയാമല്ലോ, ഇലക്ട്രോണിക്സ് ഉപകരണങ്ങൾ വന്നതോടുകൂടി തന്നെ നമ്മുടെ വായനാശീലം തന്നെ ഇല്ലാതായിക്കൊണ്ടിരിക്കുകയല്ല, ഇല്ലാതായി എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. പക്ഷേ അങ്ങനെ പറയാൻ കഴിയില്ലല്ലോ. പുസ്തകത്തെ സ്നേഹിക്കുന്നവർ എന്നും പുസ്തകത്തെ സ്നേഹിക്കുക തന്നെ ചെയ്യും. അപ്പോൾ അവർ അതിൻ്റെ വഴിക്ക് തന്നെ പോകും. മറ്റുള്ളവർ ടെലിവിഷനുമൊക്കെ ഉപയോഗിച്ച് പല കാര്യങ്ങളും ഈസിയായി കാണുന്നതുകൊണ്ട് അവർ വായന അങ്ങ് നിർത്തിവെച്ചു. ഇപ്പോഴത്തെ ഏറ്റവും കൂടുതൽ വായന നഷ്ടപ്പെട്ടത് കുട്ടികളിലല്ല, മുതിർന്നവരിലും പ്രായക്കാരായവരിൽ നിന്നൊക്കെയാണ്. കുട്ടികളെന്ന് പറയുന്നത് സ്കൂളുകളിൽ നിന്നെങ്കിലും ചെറുതായിട്ടെങ്കിലും വായിക്കുന്നുണ്ട്. പക്ഷെങ്കിൽ ഇപ്പോൾ 10-20 വയസ്സായ ആൾക്കാർ ഇപ്പോൾ പുസ്തകങ്ങളും ഒന്നും വായിക്കുന്നില്ല. അവർ ഇപ്പോൾ എല്ലാം ഇന്റർനെറ്റിലൂടെയും ഒക്കെയാണ് കാര്യങ്ങളൊക്കെ അറിയുന്നത്. അപ്പോൾ അവർക്ക് വായിക്കേണ്ട ആവശ്യമില്ല. അതുകൊണ്ട് തന്നെയാണ് അവർ ഇന്റർനെറ്റിലൂടെ പല കാര്യങ്ങളും അറിയുന്നത്. ഇതിൽ പുസ്തക ദിനം ആചരിക്കുന്നതോടുകൂടി ഏറ്റവും വലിയ കാര്യമെന്ന് പറയുന്നത് നമുക്ക് വായിച്ചാൽ മാത്രമേ വളർച്ച ഉണ്ടാവുകയുള്ളതെന്നാണ്. നമുക്ക് പ്രശസ്ത മലയാളക്കാരനായ കുഞ്ഞുണ്ണി മാഷ് പറയുന്നുണ്ടല്ലോ, എഴുത്തുകാരനായ കുഞ്ഞുണ്ണി മാഷ് പറയുന്നുണ്ടല്ലോ, വായിച്ചാൽ വളരും, വായിച്ചില്ലെങ്കിൽ വളയുമെന്നത്. അത് വളരെയധികം സത്യമായ കാര്യമാണ്. നമ്മൾ വായിച്ചാൽ മാത്രമേ ഉന്നത സ്ഥിതിയിലേക്ക് എത്തുകയുള്ളൂ. അല്ല, വായിച്ചില്ലെങ്കിൽ നമുക്ക് ഒരു അറിവും ലഭിക്കുകയുമില്ല. അങ്ങനെ നമ്മൾ ഒരിടത്തും എത്തുകയില്ല. അതാണ് പറയുന്നത്. അത് വളരെയധികം സത്യമായ ഒരു കാര്യം തന്നെയാണ്. അപ്പോൾ നമുക്ക് പല പുസ്തകങ്ങളും വായിച്ച് നമ്മുടെ അറിവുകൾ കൂട്ടാൻ നമുക്ക് കൂടുതലായി നമ്മൾ ശ്രദ്ധിക്കേണ്ട അത്യാവശ്യം തന്നെയാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ പ്രസംഗം നിർത്തുന്നു. നന്ദി.